പണ്ടൊരു ഗുരു ഉണ്ടായിരുന്നു. ഗുരുവിനൊരു ശിഷ്യനുണ്ടായിരുന്നു. ഏറെക്കാലമായി ഗുരുവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നതും ഈ ഒരു ശിഷ്യനായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് വേറൊരു ശിഷ്യനും കൂടെ വന്നു ചേർന്നു. ഇവർ 3 പേരും കൂടെ ആ ആശ്രമത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഒരു ദിവസം ഗുരു എവിടെയോ ദൂരെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആദ്യത്തെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാല് വേദനിക്കുന്നു, ഒന്ന് കാല് വന്ന് തടവി തരുമോ? ഈ ഗുരുവിൻ്റെ കാല് കുറേ നാളുകൊണ്ട് കൂടാവുന്ന ഈ ശിഷ്യനാണ് ഗുരുവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്, കാല് തിരുമ്മിക്കൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശിഷ്യൻ വന്ന് ഒരു ആക്ഷേപം ഈ ഗുരുവിനെ അറിയിച്ചു. എൻ്റെ കാല് എനിക്കും കൂടെ ഗുരുസേവ ചെയ്യാനുള്ള അവസരം, ആ കാലുകളെ തടവാനുള്ള ഒരു ഭാഗ്യം എനിക്കും കൂടെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ ശിഷ്യൻ പെട്ടെന്ന് പറഞ്ഞു, അത് പാടില്ല, കാരണം പ്രവൃത്തി പരിചയമില്ലാത്ത ഒരാളെ കൊണ്ട് ഗുരുവിൻ്റെ കാല് തിരുമിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരവസരം തരാതെ എങ്ങനെയാണ് പാദസേവ ചെയ്യാൻ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാലിന്ന് തിരുമാൻ എനിക്കും കൂടെ ഒരു അവസരം തരും. 2 പേരും ഗുരുവിൻ്റെ മക്കളെ പോലെ ആയിരുന്നതിനാൽ ഈ ഗുരു 2 പേർക്കും തമ്മിൽ തല്ലു വേണ്ട, എൻ്റെ കാല് 2 പേരും ഓരോ കാലെടുത്ത് തിരുമ്മിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരു ഗാഠനിദ്രയിലേക്ക് പോയി. ആദ്യത്തെ ആൾക്ക് തൻ്റെ സ്ഥാനം പോകുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾക്ക് തനിക്ക് നിലനിൽപ്പുണ്ടാകത്തില്ല എന്നൊരു ഭയവും ഉണ്ടായിരുന്നു. 2 പേർക്കും ഗുരുവിൻ്റെ സ്നേഹവും ഗുരുവിൻ്റെ അനുഗ്രഹവും വേണം, ഗുരുവിന് പ്രിയപ്പെട്ടവരായി വേണം. എന്നിട്ട് എന്തു പറ്റി? ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളുടെ കാലിൽ ഒരടി കൊടുത്തു. കാരണം തൻ്റെ കാലാണ് ഏറ്റവും സുഖം ഉണ്ടായിരിക്കേണ്ടതെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളുടെ കാല്, തിരുമുന്ന കാല്, ഗുരുവിൻ്റെ കാല് തന്നെയാണ്, ചെറുതായിട്ടൊന്ന് തട്ടി. ഇത് രണ്ടും വാക്ക് തർക്കത്തിൽ പോയപ്പോഴും ഗുരു ഗാഠനിദ്രയിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ശിഷ്യൻ കലിമൂത്ത്. കാരണം രണ്ടാമത്തെ കാല് തിരുമുന്ന ശിഷ്യൻ്റെ കാല് വേഗം സുഖമെന്ന് ഗുരുവിന് തോന്നിയാൽ തൻ്റെ സ്ഥാനം പോകുമെന്ന് വിചാരിച്ച് യോഗതൻ്റെ അടുത്ത് ഗുരുവിൻ്റെ കാലിൽ അടി വെച്ചു കൊടുത്തു. രണ്ടാമത്തെ ശിഷ്യൻ കമണ്ടലും എടുത്തു, ഒരൊറ്റ അടിയും വെച്ചു കൊടുത്തു. ഗുരു വേദന കൊണ്ട് പൊളഞ്ഞ് ഗുരു എഴുന്നേറ്റു. 2 കാലുകൾക്ക് വേണ്ടിയുള്ള അടി. ഗുരു സമാധാനമായിട്ടിരുന്നുള്ളത് ഞങ്ങൾക്കിടയിലുള്ള വിഷയമാണ്. എൻ്റെ കാലിനെ ഈ ശിഷ്യൻ അടിച്ചു, മറ്റേ ശിഷ്യൻ പറഞ്ഞു മറ്റേ ശിഷ്യൻ്റെ കാലിനെ ഈ ശിഷ്യൻ അടിച്ചു. ഗുരു ചോദിച്ചു, മണ്ടന്മാരെ, നിങ്ങളുടെ കാലോ? വേദനിക്കുന്നത് എനിക്കാണല്ലോ, ഇതെൻ്റെ കാലാണല്ലോ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ആ ഗുരുവിന് കഴിഞ്ഞില്ല. ആട്ടി ഓടിച്ചു വിടേണ്ടി വന്നു. ഏറെ സമയം കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ച് സമാധാനപ്പെടുത്തുകയും ചെയ്തു. ഇതുപോലെയാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ തല്ലുണ്ടാവുമ്പോൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഒരിക്കൽ പോലും ഇങ്ങനെ തല്ലിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കരുത്. ഇത് വലുതായി വരും. കാരണം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക, അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടായാലും 2 കുട്ടി ഉണ്ടായാലും 10 മക്കളുണ്ടായാലും ഈ 10 മക്കളും അമ്മേ എന്ന് തന്നെയാണ് അമ്മയെ വിളിക്കുന്നത്. അമ്മയ്ക്ക് 10 മക്കളും 10 പേരിട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളവരാണ്. അമ്മയ്ക്ക് മക്കളെ വേർതിരിച്ച് കാണാൻ കഴിയുകയില്ല. പ്രായത്തിനനുസരിച്ച് മൂത്ത കുട്ടിക്ക് കുറച്ച് വലുതാകുമ്പോൾ ഇളയ കുട്ടിക്ക് കുറച്ച് സ്നേഹം കൊടുക്കും. ഈ ഇളയ കുട്ടിക്ക് കൊടുത്ത അതേ സ്നേഹം തന്നെ കൂടാതെയും കുറയാതെയുമാണ് മൂത്ത കുട്ടിക്കും കൊടുത്തതെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾക്ക് കൊടുക്കണം. വേറെ 3ാമതൊരാൾ വന്നിട്ട് കുട്ടിയുടെ സ്ഥാനം പോയല്ലോ എന്ന് പറയുക ഒന്നിനും ഒരു സാഹചര്യം നമ്മൾ ഇടപെടുത്തി കൊടുക്കരുത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക്. അതുപോലെ തന്നെ ഈശ്വരൻ്റെ ഭക്തി ഒരു ഉദാഹരണമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഗുരുവായൂരപ്പ, നമ്മളൊക്കെ കൃഷ്ണഭക്തരായിട്ടുള്ളവർക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഇവിടെ നിന്നൊന്ന് വിളിച്ചാൽ എല്ലാ ഭക്തരെയും കൃഷ്ണൻ ഒരുപോലെ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നും നമുക്കാണ് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. ഇതുപോലെ തന്നെയാണ് മക്കൾക്ക്. അമ്മമാരെല്ലാം ഒരുപോലെയാണ് മക്കളെ സ്നേഹിക്കുന്നത്. ഒരു മാറ്റവും ഉണ്ടല്ല. ആ മാറ്റം ഉണ്ടാകുന്നു എന്ന് അവർക്കൊരു തോന്നാനുള്ളൊരു സാഹചര്യം നമ്മൾ മാതാപിതാക്കൾ ഇടയാക്കരുത്. ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലും നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ ഒരേപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ചില ടെൻഷൻസോ സാഹചര്യങ്ങളോ ഒക്കെ കാരണം ചിലപ്പോൾ ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങളും ചിന്തിക്കുക. നിങ്ങൾക്കും മാതാപിതാക്കളുടെ അടുത്ത് ഉള്ള ഒരു സുരക്ഷിതത്വം മറ്റൊരിടത്തൊന്നും കിട്ടുകയില്ല. തമ്മിൽ അടിവയ്ക്കാതെ മുന്നോട്ട് കർമ്മത്തിലേക്ക് ഇടപെട്ട് നിങ്ങൾ നിങ്ങളായി സ്വതന്ത്രരായി, ഞങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒരുപോലെ പങ്കിട്ട് ഏറ്റവും നല്ല സുരക്ഷിതമായൊരു ലോകത്തേക്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ മാതൃകകളാകുക. ബി കൂൾ.